ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു അവർ ഓൺലൈൻ ക്ലാസ്. നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിലോട്ട് ഏവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് വാർ എന്ന ഒരു ഷോർട്ട് സ്റ്റോറിയാണ്. എഴുതിയിട്ടുള്ളത് ലൂയിജി പിരാൻഡല്ലോ. നമ്മുടെ ലൂയിജി പിരാൻഡല് ഒരു ഇറ്റാലിക് റൈറ്ററാണ്. നമ്മുടെ ടോപ്പിക്കിന്റെ പേര് വാർ എന്നാണ് പേര്, അല്ലേ? വാർ, യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു പാഠഭാഗത്ത് പഠിക്കാനുള്ളത്. അപ്പോൾ നമുക്കിതിലെ ലെറ്റ്സ് റീഡ് ആൻഡ് റിഫ്ലക്റ്റ് നോക്കാം. Another day in paradise paints a heart-rending picture of the suffering of the homeless. നമ്മൾ തൊട്ട് മുമ്പ് സോങ്ങിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്മൾ ആരോരുമില്ലാത്ത, അല്ലേ, വീടും നാടും കൂടിയും ഒന്നുമില്ലാത്ത ഒരു ഹോംലെസ് ആയിട്ടുള്ള ഒരു സ്ത്രീയുടെ എന്താണ് പറഞ്ഞിട്ടുള്ളത്, വേദനയാർന്നിട്ടുള്ള സഫറിങ്സ്, അല്ലേ, നമ്മുടെ എന്താ പറയുക എന്നാ പറഞ്ഞിട്ട് നമ്മളെ ഹൃദയത്തെയൊക്കെ ബാധിക്കുന്ന തരത്തിൽ, നമ്മുടെ മനസ്സിനെയൊക്കെ നോവിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു ജീവിതം നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചു. Now think about how people would feel when they lose someone important to them. ഇനി നിങ്ങൾ ചിന്തിക്കൂ, എങ്ങനെയാണ് ആളുകൾക്ക് ഫീൽ ചെയ്യുക? അതായത് ആ ആളുകൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏതെങ്കിലും ആളുകൾ അവർക്ക് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും അവർ ഫീൽ ചെയ്യുക? അതായത് ഒരു മകനെ ഒരു അമ്മ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, അച്ഛൻ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, സഹോദരൻ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, അല്ലെ, ഒരു അച്ഛന് മകനെ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, അമ്മക്ക് മകൻ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും അവർ ഫീൽ ചെയ്യുക? ഹൗ വുഡ് ദേ എക്സ്പ്രസ് ദയർ ഇമോഷൻസ് ആൻഡ് ഷെയർ ദയർ ഫീലിങ്സ്? എങ്ങനെയായിരിക്കും അവരവരുടെ ഇമോഷൻസും അവരുടെ ഫീലിങ്സും ഒക്കെ എന്ത് ചെയ്യുക, ഷെയർ ചെയ്യുക? ഹൗ വുഡ് ദേ ഫൈൻഡ് സ്ട്രെങ്ത് ടു മൂവ് ഓൺ? എങ്ങനെ അവർ മുന്നോട്ട് പോകാനായിട്ട് എന്ത് ചെയ്യും, എങ്ങനെ അവർ സ്ട്രെങ്ത് കണ്ടെത്തും? ലെറ്റ്സ് റീഡ് എ സ്റ്റോറി ബൈ ലൂയിജി പിരാൻഡലോ വിച്ച് എക്സ്പ്ലോർസ് ഹൗ പീപ്പിൾ ഗ്രാപ്പിൾ മീൻസ് തരണം ചെയ്യുക വിത്ത് ലോസ് ആൻഡ് ഗ്രീഫ് ഇൻ ടൈംസ് ഓഫ് വാർ. നമുക്ക് ലൂയിജി പിരാൻഡലോയുടെ ഒരു കഥ നമുക്ക് എന്ത് ചെയ്യാം, പിന്നെ വായിക്കാം. അതിൽ എങ്ങനെയാണ് ആളുകൾ ഓവർകം ചെയ്യുന്നത് വിത്ത് ലോസ്, നഷ്ടങ്ങളെ, ആൻഡ് ഗ്രീഫ്, സങ്കടങ്ങളെ, അല്ലെ, ഇൻ ടൈംസ് ഓഫ് വാർ, യുദ്ധ കാലഘട്ടത്തിൽ. നമ്മുടെ ലൂയിജി പിരാൻഡലിനെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ അദ്ദേഹം വേൾഡ് വാർ ഫസ്റ്റിനെ ബേസ് ചെയ്തിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ശേഷം അദ്ദേഹം ഒട്ടേറെ വർക്കുകൾ, കഥകളും മറ്റു നോവലുകളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, അദ്ദേഹം എഴുതിയിട്ടുണ്ട്. കൂടുതലായിട്ടും യുദ്ധവുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള സംഭവങ്ങളായിരിക്കാം, അല്ലെ? അതിൻ്റെ ഓവറോൾ തീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യുദ്ധം മനുഷ്യരാശിക്ക് ഒരിക്കലും നന്മ ചെയ്യുന്നില്ല, ദോഷമേ ചെയ്യുന്നുള്ളൂ എന്ന കുറച്ച് കാര്യങ്ങളാണ് അദ്ദേഹത്തിന്റെ എഴുത്തുകളിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത്. നമുക്ക് നേരെ നമ്മുടെ പാഠഭാഗത്തിലോട്ട് എന്ത് ചെയ്യാം, പോവാം. പാഠഭാഗത്തിന്റെ പേര് വാർ. Okay, the passengers who had left Rome by the night express had to stop until dawn at the small station of Fabriano. ദ പാസഞ്ചേഴ്സ് ഹു ഹാഡ് ലെഫ്റ്റ് റോം, അതായത് റോമിൽ നിന്ന് പുറപ്പെട്ടിട്ടുള്ള യാത്രക്കാർ, ഏതില്, ബൈ ദ നൈറ്റ് എക്സ്പ്രസ്. നൈറ്റ് എക്സ്പ്രസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ട്രെയിനാണ് കേട്ടോ. ഹാഡ് ടു സ്റ്റോപ്പ് അൺടിൽ ഡോൺ അറ്റ് എ സ്മോൾ സ്റ്റേഷൻ ഓഫ് ഫാബ്രിയാനോ. അവരെന്ത് ചെയ്യേണ്ടി വരും എന്നാണ് പറഞ്ഞിട്ടുള്ളത്, പുലർച്ചെ വരെ അവർ നിൽക്കേണ്ടി വരും. ഇവിടെ ഫാബ്രിയാനോ എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റേഷനിൽ അവർ നിൽക്കേണ്ടി വരും, നമ്മുടെ റോമിൽ നിന്ന് പുറപ്പെട്ടിട്ടുള്ള യാത്രക്കാർ, അല്ലേ? They then needed to continue their journey by the old-fashioned local train to Salmona. പിന്നെ അവർ സൽമോണയിലോട്ട് എന്തെടുക്കേണ്ടിയിരുന്ന പണ്ടിൽ ഒരു ഓൾഡ് ഫാഷൻഡ് ട്രെയിൻ എന്ത് ചെയ്യേണ്ടി വരുന്ന പിടിച്ചിട്ട് അവരെന്ത് ചെയ്യണം, അവർ യാത്ര തുടരേണ്ടി വരുന്നതാണ് പണ്ടുള്ളത്. അപ്പോൾ കുട്ടികളെ, ഇത് റോമാണെന്ന് വിചാരിക്കുക, അല്ലേ? ഇത് റോമാണെന്ന് എന്ത് ചെയ്യുക, വിചാരിക്കുക. ഇത് നമ്മുടെ ഫാബ്രിയാനോ എന്ന് പറഞ്ഞിട്ടുള്ള നമ്മളെന്താണ്, സ്റ്റേഷനാണ്. ഫാബ്രിയാനോ എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റേഷനാണ്. പിന്നെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൽമോണയാണ്. അപ്പൊ ഈ റോമിൽ നിന്ന് പുറപ്പെട്ടിട്ടുള്ള ആളുകൾ എവിടെ നിൽക്കണം എന്നാ പറഞ്ഞിട്ടുള്ളത്, ഫാബ്രിയാനോയിൽ കുറച്ച് നിൽക്കണം. ഈ ഫാബ്രിയാനോയിൽ കുറച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്ന പറഞ്ഞിട്ടുള്ളത്, സൽമോണയിലോട്ട് ട്രെയിൻ കിട്ടും. അപ്പൊ സൽമോണയിൽ നിന്നുള്ള ആളുകൾ എങ്ങോട്ട് ആദ്യം കയറേണ്ടി വരും, ഫാബ്രിയാനോക്ക്. ഫാബ്രിയാനോന്ന് എന്ത് കയറേണ്ടി വരും, റോമിലോട്ട് എന്ത് ചെയ്യേണ്ടി വരും, കയറേണ്ടി വരും, അല്ലെ? അപ്പോ നമുക്കൊരു ഇൻട്രൊഡക്ഷൻ എന്ത് ചെയ്യാണ്, നമുക്ക് പറഞ്ഞു തരികയാണ്. നമുക്കൊരു ട്രെയിൻ ജേർണി ആണുള്ളത്. ഇവിടെ നമുക്കൊരു ഫോട്ടോ കാണാനൊക്കെ പറ്റുന്നുണ്ട്, അല്ലെ? അറ്റ് ഡോൺ, അതായത് അതിരാവിലെ, പുലർച്ചെ. ഇൻ എ സ്റ്റഫി ആൻഡ് സ്മോക്കി സെക്കൻഡ് ക്ലാസ് കാരേജ്. ട്രെയിനിലെ ഓരോ ബോഗികൾ ഉണ്ടാവില്ല, അല്ലെ? നമുക്ക് കാണുന്ന ഒരു സെക്കൻഡ് ക്ലാസ് കാരേജ് ആണ്. ആ കാരേജിന്റെ അവസ്ഥ എന്താണെന്നാ പണ്ടില്, സ്റ്റഫി എന്നാ പണ്ടില്. സ്റ്റഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്വാസം വിടാൻ പറ്റുക, അതായത് അത്യാവശ്യം നല്ല തിരക്കുണ്ട്, അല്ലെ? ആൻഡ് സ്മോക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ പുകപടലങ്ങളൊക്കെ ഉള്ളത്. അതായത് അതിരാവിലെ ആയതുകൊണ്ട് ചിലപ്പോൾ എന്തുണ്ടാവാം, കോടയൊക്കെ ഉണ്ടാവാം. പിന്നെ അതുപോലെ തന്നെ പഴയ കാലത്തെ ട്രെയിൻ ആയതുകൊണ്ട് അതിന്റെ പുകയുണ്ടാവാം. ഇങ്ങനെ ആയിക്കോട്ടെ, അല്ലെ? കാരേജ് ഇൻ വിച്ച് എ ഫ്യൂ പീപ്പിൾ ഹാഡ് ഓൾറെഡി സ്പെൻഡ് ദ നൈറ്റ്. ആ സ്റ്റഫി ആൻഡ് സ്മോക്കി സെക്കൻഡ് ക്ലാസ് കാരേജിൽ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്, രാത്രിയിൽ പിന്നെ എന്തെങ്കിലും കുറച്ച് ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, അതിൽ ചെലവഴിച്ചിട്ടുണ്ട്. അവർ യാത്ര പോന്നുകൊണ്ടിരിക്കുകയല്ലേ, അല്ലെ? ഈ സ്റ്റൗട്ട്, തടിച്ചിട്ടുള്ള, വുമൺ ഇൻ ഡീപ്പ് മൗർണിംഗ്. നമ്മൾ മൗർണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദുഃഖത്തിൽ, വിലാപത്തിൽ, അല്ലെ? വാസ് ഹോയിസ്റ്റഡ് ഇൻ, അല്ലെ? അവരെന്ത് ചെയ്യുന്നു, അതിലോട്ട് എന്ത് ചെയ്യുന്നു, എൻ്റർ ചെയ്യുന്നു. ബിഹൈൻഡ് ഹെർ പഫിങ് ആൻഡ് മോർണിംഗ്. പഫിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിതച്ചിട്ട്,
അല്ലെ. ആൻഡ് മോർണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിലപിച്ചുകൊണ്ട് അല്ലെങ്കിൽ മോങ്ങിക്കൊണ്ട്, പഫിങ് അല്ലെ, പഫിങ് ആൻഡ് മോർണിംഗ് ഫോളോഡ് ഹർ ഹസ്ബൻഡ്, അവളുടെ ഭർത്താവുണ്ട്. എ ടൈനി മാൻ, ഭർത്താവ് എങ്ങനെയാണെന്നാ പറഞ്ഞിട്ടുള്ളത്, ഒരു ടൈനി മാൻ ആണ്. തിൻ ആൻഡ് വീക്ക് അല്ലെ, വളരെ തിന്നാണ്, മെലിഞ്ഞിട്ടാണ്, വളരെ വീക്കാണ് കണ്ടു കഴിഞ്ഞാൽ. ഹിസ് ഫേസ് ഡെത്ത് വൈറ്റ്, അദ്ദേഹത്തിന്റെ മുഖം വെളുത്ത് വിളറിയിട്ടുണ്ടെന്നാ പറഞ്ഞിട്ടുള്ളത് അല്ലെ. അതായത് ഒരു ഡെത്ത് വെയിറ്റ്, മരിച്ച ആളുടെ മുഖം പോലെയായിരുന്നു അദ്ദേഹത്തിന്റെ ഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കുട്ടികളെ, ഈ മൗർണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിലാപം എന്നൊരർത്ഥം വരുന്നുണ്ട്. നമ്മൾ ചിലപ്പോൾ സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ടാവില്ല, ആരെങ്കിലുമൊക്കെ മരിച്ചു കഴിഞ്ഞാൽ മൗർണിങ്ങിന്റെ ഡ്രസ്സസ് ഇടും, പിന്നെ അതേപോലെ വെളുത്ത ഡ്രസ്സുകൾ, അതുപോലെ തന്നെ കറുത്ത ഡ്രസ്സുകൾ, ഇതൊക്കെ ഒരു വിലാപത്തിന്റെ പിന്നെ എന്ത് ചെയ്യാന്ന് പറഞ്ഞ സൂചനകളാണ് കേട്ടോ. ചിലപ്പോൾ അവർ അത്തരത്തിലുള്ള ഡ്രസ്സ് ഇട്ടിട്ട് സങ്കടത്തോടെ ആയിരിക്കും എന്ത് ചെയ്യുക വന്നിട്ടുണ്ടാവുക, അല്ലെങ്കിൽ അവർ വിലപിക്കുകയായിരിക്കും. ഓക്കെ, അങ്ങനെ ഭാര്യയെ കുറിച്ച് പറഞ്ഞു. ഭാര്യ തടിച്ചിട്ടാണ്. ഭർത്താവിനെ കുറിച്ച് നമ്മൾ എന്ത് പറഞ്ഞു, മെലിഞ്ഞിട്ടാണ്. ഹിസ് ഐസ് വേർ സ്മാൾ, ഭർത്താവിന്റെ കണ്ണുകൾ ചെറുതാണ്. ആൻഡ് ബ്രൈറ്റ്, നല്ല തിളക്കമുണ്ട്. ആൻഡ് ഹീ ലുക്ക്ഡ് ഷൈ ആൻഡ് അൺഈസി, അദ്ദേഹത്തെ കണ്ടിട്ട് എന്തോ ഷൈ ആയ പോലെ, എന്തോ ഒരു മടിയുള്ള പോലെ. ആൻഡ് അൺഈസി, ഒരു ജാതി എന്താ പറയുക, പിന്നെ എന്തൊക്കെയോ പ്രശ്നമുള്ള പോലെയൊക്കെ എന്ത് തോന്നിച്ചിട്ടുണ്ടായിരുന്നു. ഒരു അൺഈസി ആയിരുന്നു, കംഫർട്ടബിൾ അല്ല. ഹാവിങ് അറ്റ് ലാസ്റ്റ് ടേക്കൻ എ സീറ്റ്, ഹി പൊളൈറ്റ്ലി താങ്ക്ഡ് ദ പാസഞ്ചേഴ്സ് who had helped his wife by making a room for her. അല്ലെ, അങ്ങനെ അവസാനം സീറ്റിൽ കിട്ടിയതിന് ശേഷം ഹി പൊളൈറ്റ്ലി താങ്ക്ഡ്, അദ്ദേഹം വളരെ എളിമയോട് കൂടിയിട്ട് നന്ദി പറഞ്ഞു, ദ പാസഞ്ചേഴ്സ്, യാത്രക്കാരോട്. ഹു ഹാഡ് ഹെൽപ്ഡ് ഹിസ് വൈഫ് ബൈ മേക്കിംഗ് എ റൂം ഫോർ ഹർ, അതായത് ഇവർ കയറിയപ്പോൾ സീറ്റ് ഉണ്ടായിരുന്നില്ല, പിന്നെ ആളുകൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇവരുടെ ഭാര്യയ്ക്കും ഇദ്ദേഹത്തിന് സീറ്റ് കൊടുത്തപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ടെന്ന് അപ്പോൾ അദ്ദേഹം നന്ദി പറഞ്ഞു. ദെൻ ഹി ടേൺ റൗണ്ട് ടു ദ വുമൺ ആൻഡ് പൊളൈറ്റ്ലി ഇൻക്വയർഡ്, അല്ലെ, പിന്നെ തന്റെ ഭാര്യന്റെ അടുത്ത് നിന്ന് തിരിഞ്ഞിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, വളരെ എളിമയോട് കൂടിയിട്ട് അദ്ദേഹം ചോദിച്ചു, ആർ യു ഓൾറെഡി ഡിയർ, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ മോളെ, അല്ലെ, ഡിയർ എന്ന് ചോദിക്കുകയാണ്. ദ വൈഫ് ഇൻസ്റ്റെഡ് ഓഫ് ആൻസറിങ്, ഉത്തരം പറയുന്നതിന്റെ പകരം പുള്ളടപ്പ്, അല്ലെ, പുള്ളടപ്പ് മീൻസ് മുകളിലോട്ട് വലിക്കുക. ദ കോളർ ഓഫ് ഹർ കോട്ട് ടു ഹൈഡ് ഹർ ഫേസ്, അതായത് അവൾ എന്ത് ചെയ്തിട്ടുണ്ട്, അവളുടെ ആ കോട്ടിന്റെ കോളർ എന്ത് ചെയ്യും, മുകളിലോട്ട് വലിച്ചിട്ട് അവളുടെ മുഖം അതിൽ മറക്കുക ചെയ്യുന്നത്. ഇത് കണ്ടപ്പോൾ ഭർത്താവ് നാസ്റ്റി വേൾഡ്, നാസ്റ്റി വേൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാഡ് വേൾഡ്, അല്ലെ, അതായത് ഒരു നശിച്ചൊരു ലോകം, അല്ലെ, മോശപ്പെട്ടൊരു ലോകം. മട്ടേഡ് ദ ഹസ്ബൻഡ് വിത്ത് എ സാഡ് സ്മൈൽ, അല്ലെ, ഒരു സങ്കടത്തിന്റെ പുഞ്ചിരി ചിരിച്ചിട്ട് അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട് എന്നാ പറഞ്ഞില്ല, മട്ടേഡ് മീൻസ് പിറുപിറുക്കുക, അതായത് വിസ്പർ ചെയ്യുക, അത് പിന്നെ എന്ത് പറയുക, അല്ലെ, ഹൈ നശിച്ച ലോകം എന്നെന്ത് ചെയ്യുക ഭർത്താവ് പറഞ്ഞു. ആൻഡ് ഹി ഫെൽറ്റ് it is his duty to explain to his traveling companions that the poor woman was to be pitied. അങ്ങനെ അദ്ദേഹത്തിന് തോന്നുകയാണ്, അദ്ദേഹത്തിന്റെ ഡ്യൂട്ടിയാണ്, അതായത് അദ്ദേഹത്തിന്റെ ട്രാവലിംഗ് കമ്പാനിയൻസിനോട് ആ പുവർ വുമനെ കുറിച്ച് എന്ത് പറയല്. കാരണം ആ പുവർ വുമൻ, തന്റെ ഭാര്യ എന്ത് ചെയ്യുന്ന പറഞ്ഞിട്ടുള്ളത്, പലരുടെയും സഹതാപം എന്ത് ചെയ്യുന്നുണ്ട്, അർഹിക്കുന്നുണ്ട്, ദയ അർഹിക്കുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് തന്റെ ഭാര്യ സങ്കടപ്പെട്ടിരിക്കുന്നതെന്ന് ഒപ്പമുള്ള കമ്പാനിയൻസിനോട് പറയാനായിട്ട് അദ്ദേഹത്തിന് തോന്നുകയാണ്. ദ വാർ വാസ് ടേക്കിംഗ് അവേ ഫ്രം ഹർ their only son, a boy of 20. യുദ്ധം അവരുടെ ഒരേ ഒരു മകനായിട്ടുള്ള, ഒരു 20 വയസ്സുകാരനായിട്ടുള്ള മകനെ അവരിൽ നിന്ന് അകറ്റുകയായിരുന്നു, അല്ലെ. ബോത്ത് ഓഫ് ദം ഹാഡ് ഡിവോട്ടഡ് ദെയർ എൻറ്റയർ ലൈഫ് ടു ഹിം, അല്ലെ, രണ്ടുപേരും ഹാഡ് ഡിവോട്ടഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർപ്പിക്കുക, സമർപ്പിക്കുക, ഡെഡിക്കേറ്റ് ചെയ്യുക എന്നാണ്, അല്ലെ. അവരുടെ മൊത്തം ജീവിതം ആ കുട്ടിക്കായിട്ട്, അല്ലെ, തന്റെ മകനായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, അർപ്പിച്ചതായിരുന്നു. ദേ ഹാഡ് ഈവൻ ബ്രോക്കൺ അപ്പ്, അല്ലെ, അവരെന്ത് ചെയ്തിട്ടുണ്ടെന്നാ പറഞ്ഞത്, ബ്രോക്കൺ അപ്പ് ദെയർ ഹോം അറ്റ് സൽമോണ ടു ഫോളോ ഹിം റോം, അല്ലെ, വേർ ഹി ഹാഡ് ടു ഗോ ആസ് എ സ്റ്റുഡൻറ്. അതായത് നമ്മുടെ കുട്ടി പഠിക്കുന്നത് റോമിലാണ്, അവിടെ എന്തായിട്ടാണ് പഠിക്കുന്നത്, സ്റ്റുഡൻ്റ് ആയിട്ടാണ് പഠിക്കുന്നത്. അപ്പോൾ ഇവരുടെ വീട് സൽമോണയിലാണ്. അപ്പോൾ ഇവർ എന്ത് ചെയ്തിട്ടുണ്ടെന്നാ പറഞ്ഞിട്ടുള്ളത്, സൽമോണയിൽ നിന്ന് എന്ത് ചെയ്തിട്ടുണ്ട്, അവരുടെ വീടും കൂടി അയൽനാടൊക്കെ ഉപേക്ഷിച്ചിട്ട് ഇവന്റെ ഒപ്പം എന്ത് ചെയ്തിട്ടുണ്ട്, ഫോളോ ചെയ്യുമായിരുന്നു എന്നാണ് എന്ത് ചെയ്തിട്ടുള്ളത്, പറഞ്ഞിട്ടുള്ളത്. They allowed him to volunteer for war with an assurance that for at least 6 months he would not be sent to the war front. അല്ലെ, അങ്ങനെ അവിടെ they allowed him to volunteer for war, അല്ലെ. ഈ യുദ്ധത്തിന് ശേഷം മുറിവേറ്റവരും അത് പരിക്കേറ്റവരൊക്കെ ഉണ്ടാവുമല്ലോ, അല്ലെ, അവരെ ടേക്ക് കെയർ ചെയ്യാനായിട്ട് വളണ്ടിയേഴ്സ് ആയിട്ട് പ്രവർത്തിക്കാൻ ഇവൻ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, അവരെ അനുവദിച്ചിട്ടുണ്ടായി. വിത്ത് ആൻ അഷുറൻസ്, ഒരു ഉറപ്പിന്റെ പേരിൽ, ദാറ്റ് ഫോർ അറ്റ്ലീസ്റ്റ് 6 months, 6 മാസമെങ്കിലും ഹി വുഡ് നോട്ട് ബി സെൻഡ് ടു ദ വാർ ഫ്രണ്ട്, അല്ലെ, അവൻ എന്ത് ചെയ്യില്ല എന്നാ പറഞ്ഞത്, യുദ്ധമുഖത്തോട്ട് പോകില്ല എന്നൊരു ഉറപ്പിന്റെ പേരിലായിരുന്നു വിട്ടിട്ടുണ്ടായിരുന്നത്. ആൻഡ് നൗ, ഇപ്പോൾ, ആൾ ഓഫ് സഡൻ, എല്ലാം പെട്ടെന്നായിരുന്നു, ദേ റിസീവ്ഡ് എ വയർ ഫ്രം ഹിം, അല്ലെ, അവർക്ക് അവരിൽ നിന്ന് എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു വയർ ലഭിക്കുകയാണ്, ഒരു സന്ദേശം എന്ത് ചെയ്യാണ്, ലഭിക്കുകയാണ്, അല്ലെ. ദാറ്റ് ഹി വാസ് ഡ്യൂ ടു ലീവ് ഇൻ 3 days, 3 ദിവസം കൊണ്ട് എന്ത് ചെയ്യുന്ന പറഞ്ഞിട്ടുള്ളത്, വാർ ഫ്രണ്ടിലോട്ട് എന്ത് ചെയ്യും, പോവും.
ദേ വേർ നൗ ഗോയിങ് ടു സീ ഹിം ഓഫ് ഡേ. അവർ എങ്ങോട്ട് പോവുകയായിരുന്നു എന്നാണ് എന്ത് ചെയ്തിട്ടുള്ളത് പറഞ്ഞിട്ടുള്ളത്. പിന്നെ അവനെ കാണാനായിട്ട് പോവുകയായിരുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ദ വുമൺ വാസ് ട്വിസ്റ്റിംഗ് ആൻഡ് റിഗിലിംഗ്. നമ്മളെ ആ സ്ത്രീയുടെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്വിസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ വെറുതെ ഇങ്ങനെ തിരിഞ്ഞ് കളിക്കുക. റിഗിളിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേദന കൊണ്ട് എന്ത് ചെയ്യുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്, പുളയുക. അതായത് പിന്നെ ഒരു ബോഡി മൂവ്മെന്റ്സ് ആണ്. ഒരാൾക്ക് സാഡ് എക്സ്പ്രഷൻ ഉണ്ടാവുണ്ടാകുന്ന ബോഡി മൂവ്മെന്റ്സ് ആണ്. അറ്റ് ടൈംസ്, ചില സമയങ്ങളിൽ ഗ്രോളിംഗ് ലൈക്ക് എ വൈൽഡ് ആനിമൽ. ഇല്ലെ, ഗ്രോളിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അലറുക, അല്ലെ, മുരളുക, ലൈക്ക് എ വൈൽഡ് ആനിമൽ, അല്ലെ, ഒരു വന്യജീവി മുരളുന്ന പോലെ, അല്ലെ, ശബ്ദം ഉണ്ടാക്കുന്ന പോലെ. അവന് ശബ്ദം ഉണ്ടാക്കുന്നത് സങ്കടപ്പെടുകയാണ്, അല്ല അതിന് പിന്നെ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇവരെ കൺട്രോൾ ചെയ്യാനായിട്ട് ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. ഷീ ഫെൽറ്റ് certain that all those explanation would not have aroused even a shadow of sympathy from those people. അവൾക്ക് എന്താ തോന്നിയിട്ടുണ്ടായിരുന്നത്? all those explanation, ഇപ്പൊ തന്റെ ഭർത്താവ് പറഞ്ഞിട്ടുള്ള ഈ എല്ലാ എക്സ്പ്ലനേഷനും would not have aroused, അത് ആരെയും ഉണർത്തിയില്ല. even a shadow of sympathy from those people. അതായത് ആ സെക്കൻഡ് ക്ലാസ് കമ്പാർട്ട്മെന്റിൽ എന്ത് ചെയ്യാന്ന് പറയുന്നത് ധാരാളം പേര് ഇരിക്കുന്നുണ്ടല്ലോ. തന്റെ ഭർത്താവ് പറയുന്നത് കേട്ടിട്ട് ആർക്കും ഒരു സിമ്പതി എന്ത് ചെയ്യില്ല, തോന്നിയിട്ടുണ്ടായിരുന്നില്ല. ആരെങ്കിലൊക്കെ നോക്കിയിട്ട് അല്ല, സാരമില്ല ചേച്ചി, അല്ലെങ്കിൽ സാരമില്ല പിന്നെ അമ്മച്ചി, പിന്നെ എന്താ പറയാ, നിങ്ങളുടെ മകനെ ഒന്നും പറ്റില്ല എന്ന രീതിയിലൊക്കെ എന്ന് പറയാ, ഒന്നും വരില്ല, ദൈവം കാക്കട്ടെ എന്നൊന്നും പറഞ്ഞില്ല. ദേ വേർ ആൾ, അവരെല്ലാവരും മോസ്റ്റ് ലൈക്ലി ഇൻ ദ സെയിം പ്ലൈറ്റ് ആസ് ഹെർസെൽഫ്. ഇവളെ പോലെ തന്നെയായിരുന്നു അവരും. കാരണം അവർക്കും ആരൊക്കെയോ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്, മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. അവരുടെ ആരൊക്കെയോ യുദ്ധത്തിൽ പോയിട്ടുണ്ടായിരുന്നു. വൺ ഓഫ് ദം, അവരിൽ ഒരാള്, ഹു ഹാഡ് ബീൻ ലിസണിങ് വിത്ത് പെർട്ടിക്കുലർ അറ്റൻഷൻ, അല്ലെ, വലിയ ശ്രദ്ധയോട് കൂടിയിട്ട് കേൾക്കുക. എന്നിട്ട് അദ്ദേഹം പറയാണ്, യു ഷുഡ് താങ്ക് ഗോഡ്, നിങ്ങൾ ദൈവത്തോട് നന്ദി പറയണം. ദാറ്റ് യുവർ സൺ ഈസ് ലീവിങ് ഫോർ ദ ഫ്രണ്ട് ഓൺലി നൗ, നിങ്ങളുടെ മകൻ യുദ്ധമുഖത്തോട്ട് ഇപ്പോഴല്ലേ പോകുന്നത്. മൈൻ ഹാഡ് ബീൻ സെൻഡ് ദ ഫസ്റ്റ് ഡേ ഓഫ് ദ വാർ, എൻ്റെ മകനെ യുദ്ധം തുടങ്ങിയ അന്ന് തന്നെ, ആദ്യത്തെ ദിവസം തന്നെ അയച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറയാണ്. ഹി ഹാസ് ഓൾറെഡി കം ബാക്ക് ട്വൈസ് വൂണ്ടഡ്, 2 തവണ മുറിവേറ്റ് കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് ബീൻ സെൻഡ് ബാക്ക് അഗെയിൻ ടു ദ വാർ ഫ്രണ്ട്, എന്നിട്ട് വീണ്ടും എന്ത് ചെയ്തിട്ടുണ്ട് എന്നാ പറഞ്ഞിട്ടുള്ളത്, അവൻ യുദ്ധമുഖത്തോട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, പോയി. വാർ ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ യുദ്ധമുഖം, അല്ലെ. അപ്പൊ അത് കേട്ടപ്പോ വേറെ ആളെന്ത് ചെയ്യാണ്, പറയാണ്, അല്ലെ, വാട്ട് അബൌട്ട് മീ, അപ്പൊ എന്റെ കാര്യോ, ഐ ഹാവ് 2 സൺസ്, എനിക്ക് 2 മക്കളാ, ആൻഡ് 3 നെഫ്യൂസ്, അല്ലെ, 3 അനന്തരവന്മാരുണ്ട്, അല്ലെ, ഒരു മക്കളുണ്ട്. അറ്റ് ദ ഫ്രണ്ട്, യുദ്ധമുഖത്ത്. സെഡ് അനദർ പാസഞ്ചർ, മറ്റു യാത്രക്കാരൻ പറഞ്ഞു. മേ ബി, ബട്ട് ഇൻ അവർ കേസ്, പക്ഷെ ഞങ്ങളുടെ കാര്യത്തിൽ, ഇറ്റ് ഈസ് അവർ ഓൺലി സൺ വെഞ്ചേർഡ് ദ ഹസ്ബൻഡ്, ഈ ഹസ്ബൻഡ് അതിന് മറുപടി കൊടുക്കുക, അല്ലെങ്കിൽ മറുപടി പറയാൻ തുനിയാണ്. ഞങ്ങൾക്ക് ആകെപ്പാടെ ഒരേ ഒരു മകനല്ലേ ഉള്ളൂ എന്ന് പറയാണ്. അപ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ, വാട്ട് ഡിഫറൻസ് ക്യാൻ ഇറ്റ് മേക്ക്, അതിലിപ്പോൾ എന്താ കുഴപ്പമുള്ളത്. യു മേ സ്പോയിൽ, ഈ സ്പോയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നശിപ്പിക്കുക. യുവർ ഓൺലി സൺ ബൈ എക്സസീവ് അറ്റൻഷൻ, അതായത് എക്സസീവ് അറ്റൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോർ ദാൻ വാണ്ടഡ്. അതായത് ഒരു കുട്ടി ഉണ്ടാകുമ്പോൾ നമ്മൾ അതിനെ കൊഞ്ചിച്ച് വഷളാക്കില്ലേ, അല്ലെ, അതേമാതിരി കൂടുതൽ ശ്രദ്ധ കൊടുത്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളെ കുട്ടി എന്ത് ചെയ്യാം, നശിപ്പിക്കാം, സ്പോയിൽ ചെയ്യാം. ബട്ട് യു ക്യാനോട്ട് ലവ് ഹിം മോർ ദാൻ യു വുഡ് ലവ് ആൾ യുവർ അതർ ചിൽഡ്രൻ ഇഫ് യു ഹാഡ് എനി. പക്ഷെ നിങ്ങൾക്ക് വേറെയും കുട്ടികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെ, ആ കുട്ടികളെക്കാളേറെ അവനൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, നിങ്ങൾക്ക് സ്നേഹിക്കാനായിട്ട് എന്ത് ചെയ്യില്ല, പറ്റില്ല എന്നാണ് എന്ത് ചെയ്തിട്ടുള്ളത്, പറഞ്ഞിട്ടുള്ളത്. പാരന്റ് ലവ്, രക്ഷിതാക്കളുടെ സ്നേഹം, ഈസ് നോട്ട് ലൈക്ക് ബ്രെഡ് പോലെയല്ല. ദാറ്റ് ക്യാൻ ബി ബ്രോക്കൺ ഇൻ പീസസ്, അത് ഓരോ കഷ്ണങ്ങളായിട്ട് ഇങ്ങനെ എടുത്തിട്ട് ആൻഡ് സ്പ്ലിറ്റ് അമംഗ്സ് ദ ചിൽഡ്രൻ ഇൻ ഈക്വൽ ഷെയർസ്, എന്നിട്ട് എന്ത് ചെയ്യാണ്, കുട്ടികളുടെ ഇടയിൽ എന്ത് ചെയ്യാൻ പറ്റുള്ളത്, ഈക്വൽ ഷെയർ ആയിട്ട് ഇങ്ങനെ എന്ത് ചെയ്യുക, ഓരോ ബ്രെഡിന്റെ പീസ് ഇങ്ങനെ കൊടുക്കുന്ന മാതിരി. അങ്ങനെയല്ല, അല്ലെ. എ ഫാദർ ഗീവ്സ് ആൾ ഹിസ് ലവ് ടു ഈച്ച് വൺ ഓഫ് ഹിസ് ചിൽഡ്രൻ വിത്തൗട്ട് ഡിസ്ക്രിമിനേഷൻ. ഒരു അച്ഛന് അദ്ദേഹത്തിന്റെ സ്നേഹം, ഇനി അദ്ദേഹത്തിന് എത്ര കുട്ടികളായിക്കോട്ടെ, അവരുടെ ഇടയിൽ യാതൊരു ഡിസ്ക്രിമിനേഷനും ഇല്ലാതെ എന്ത് ചെയ്യാന്നാ പറഞ്ഞത്, അച്ഛന് സ്നേഹം കൊടുക്കാൻ കഴിയും, അല്ലെ. വെദർ ഇറ്റ് ബി 1 or 10, ഒരു കുട്ടിയാണെങ്കിലും 10 ആണെങ്കിലും. ഇഫ് ഐ ആം സഫറിങ് നൗ ഫോർ മൈ 2 സൺസ്, ഞാനിപ്പോ എൻ്റെ 2 മക്കൾക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യാന്നാ പറഞ്ഞത്, ഞാനിപ്പോ പിന്നെ എന്ത് ചെയ്യാന്ന് വിഷമം അനുഭവിക്കുകയാണെങ്കിൽ, സഫർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെ, ഐ ആം നോട്ട് സഫറിങ് ഹാഫ് ഫോർ ഈച്ച്, ഞാൻ പകുതിയല്ല സഫർ ചെയ്യുന്നത്, അല്ലെ, ഈച്ച് ഓഫ് ദം ബട്ട് ഡബിൾ. അതായത് നമ്മുടെ ഇവിടുത്തെ നമ്മുടെ ഹസ്ബൻഡ് പറയുന്നത്, നമ്മുടെ സ്റ്റൗട്ട് ആയിട്ടുള്ള വുമന്റെ ഹസ്ബൻഡ് പറയുന്നത്, ഞങ്ങൾക്ക് ഒരേ ഒരു മകനേ ഉള്ളൂ, ആയതുകൊണ്ട് ഞങ്ങളെ വേദന കൂടുതലായിരിക്കും എന്ന് പറയാം. അത് കേട്ടിട്ട് 2-3 മക്കളുള്ള ആളുകൾ പറയാണ്, എനിക്ക് 2 മക്കളാണ് എന്തുള്ളത് ഉള്ളത്, അപ്പൊ എന്ത് ചെയ്യാണ്, എൻ്റെ 2 മക്കളും യുദ്ധത്തിന് പോയതാണ്, അപ്പൊ എനിക്ക് നിങ്ങൾക്ക് വിഷമം ഉണ്ടാകുന്നതിനേക്കാളേറെ അതിനേക്കാളേറെ കൂടുതലായിരിക്കും എൻ്റെ സങ്കടം എന്ന് എന്ത് ചെയ്യാണ്, പറയാണ്. ഇതെല്ലാം കേട്ടിട്ട് ഇപ്പോൾ നമ്മുടെ ഭർത്താവിന് ഇതൊന്നും പറയേണ്ടില്ലേനും എന്നാണ് കേട്ടോ. ട്രൂ, ശരിയാണ്. സൈഡ് ദ എംബ്രേസ്ഡ് ഹസ്ബൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺകംഫർട്ടബിൾ ആയിട്ടുള്ള നമ്മുടെ ഭർത്താവ് എന്ത് ചെയ്തു, പറഞ്ഞു, ഓക്കെ നിങ്ങൾ പറഞ്ഞൊക്കെ ശരിയാണ്. ബട്ട് സപ്പോസ് എ ഫാദർ ഹാസ് 2 സൺസ്, ഒരു അച്ഛന് 2 മക്കളുണ്ട്,
അല്ലെ, അറ്റ് ദ ഫ്രണ്ട്. ഇവിടെ യുദ്ധമുഖത്ത്, ഇവിടെ എംബ്രേസർ എന്ന് പറഞ്ഞാൽ അലോസരപ്പെടുക, അതുപോലെ അൺകംഫർട്ടബിൾ ആവുക എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ബട്ട് സപ്പോസ് എ ഫാദർ ഹാസ് ടു സൺസ് അറ്റ് ദ ഫ്രണ്ട് ആൻഡ് ഹീ ലോസസ് വൺ ഓഫ് ദം. അതായത് ഒരു അച്ഛന് രണ്ട് മക്കളുണ്ടെന്ന് വിചാരിക്കാം. അദ്ദേഹത്തിന് ഒരു മകൻ എന്ത് ചെയ്തിട്ടുണ്ടെന്ന് ആ പണ്ട് നഷ്ടപ്പെട്ടു. ദർ ഈസ് സ്റ്റിൽ വൺ ലെഫ്റ്റ് ടു കൺസോൾ ഹിം. പക്ഷെ അദ്ദേഹത്തിന് ഇപ്പോഴും ഒരു മകനുണ്ടാവും അദ്ദേഹത്തെ എന്ത് ചെയ്യാൻ, കൺസോൾ ചെയ്യാൻ, അല്ലെ, ആശ്വസിപ്പിക്കാൻ. കൺസോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആശ്വസിപ്പിക്കാൻ. വൈൽ എൻ്റെ കാര്യമാണെങ്കിലോ പറഞ്ഞിട്ട് നിർത്തുകയാണ്. യെസ് ആൻസേർഡ് ദ അതർ. മറ്റൊരാൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഉത്തരം പറയാ, ഗെറ്റിംഗ് ക്രോസ്, ഇതിന്റെ ഇടയിൽ കയറിയിട്ട് എന്ത് ചെയ്യാ പറയാണ്. യെസ് സൺ ലെഫ്റ്റ് ടു കൺസോൾ ഹിം. ഒരു മകൻ ബാക്കിയുണ്ട് അല്ലെ, ആശ്വസിപ്പിക്കാൻ അല്ലെ. ബട്ട് ആൾസോ എ സൺ ലെഫ്റ്റ് ഫോർ ഹൂം ഹി മസ്റ്റ് സർവൈവ് ഇൻ ഡിസ്ട്രസ്. അതായത് ഇപ്പൊ രണ്ട് കുട്ടികളുണ്ടെന്ന് എന്ത് ചെയ്യുക വിചാരിക്കുക അല്ലെ. അവർ രണ്ടുപേരും എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു അച്ഛൻ രണ്ട് കുട്ടികളെയും യുദ്ധത്തിന് പോയതാണ്, സഹോദരങ്ങളാണ്, അവർ നല്ല റിലേഷൻഷിപ്പിലാണ്. അങ്ങനെ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മളെ ഹസ്ബൻഡിന്റെ, നമ്മളെ തടിച്ചിയായിട്ടുള്ള ആ സ്ത്രീയുടെ ഹസ്ബൻഡിന്റെ അഭിപ്രായത്തിൽ എന്താണെന്നാ പണ്ടുള്ളത്, രണ്ട് മക്കളുണ്ടെങ്കിൽ ഒരു മകൻ മരിച്ചു കഴിഞ്ഞാൽ മറ്റേ മകനെ അച്ഛനെ എന്ത് ചെയ്യുന്ന ആശ്വസിപ്പിക്കാൻ ഉണ്ടാവില്ല എന്നാ പണ്ടുള്ളത്. പക്ഷേ തൻ്റെ സഹോദരൻ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ മറ്റു സഹോദരനൊരു വേദന ഉണ്ടാവില്ലേ, അതിൽ നിന്ന് എങ്ങനെയാണ് എന്ത് ചെയ്യുക അതിജീവിക്കുക എന്നാണ് എന്ത് ചെയ്യുന്നത് ഇവിടെ ചോദിക്കുന്നത്. ഡോണ്ട് യു സീ ഹൗ മൈ കേസ് വുഡ് ബി വേഴ്സ് ദാൻ യുവേഴ്സ്. നിങ്ങൾ കണ്ടില്ലേ എൻ്റെ അവസ്ഥ നിങ്ങളുടെ എത്ര വേഴ്സാണ്, എത്ര മോശമാണെന്ന് കണ്ടില്ലേ എന്ന് പറയാണ്. അപ്പൊ ഈ ട്രെയിനിൽ ഇപ്പോൾ ഇവർ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. കണ്ടില്ലേ, നമുക്ക് ഇവരെ ഫോട്ടോ എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ നമ്മളെ ഹസ്ബൻഡ് എന്ത് ചെയ്യുന്നുണ്ട്, ഇരിക്കുന്നുണ്ട്. ഇവിടെ നമ്മളെ ഭാര്യ ഉണ്ട്. ഇവിടെ മറ്റ് ഫെലോ യാത്രക്കാരൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഇരിക്കുന്നുണ്ട്. ആകെ തിക്കി നിറഞ്ഞു കണ്ടാണ് എന്ത് ഇരിക്കുന്നത് അല്ലെ. ഇതിന്റെ ഇടയിലൂടെ ഒരാള് ഇടക്ക് കയറിയിട്ട് പറയാം നോൺസെൻസ്, ഇന്ററപ്റ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടക്ക് കയറിയിട്ട് എന്ത് ചെയ്യുക പറയാം, അനദർ ട്രാവലർ. എ സ്റ്റൗട്ട്, ഒരു തടിച്ചിട്ടുള്ള, റെഡ് ഫേസ്ഡ്, ചുവന്ന മുഖമുള്ള ഒരു മനുഷ്യൻ വിത്ത് ബ്ലഡ് ഷോട്ട് ഐസ് അല്ലെ. ബ്ലഡ് ഷോട്ട് ഐസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണൊക്കെ ഇങ്ങനെ ചുവന്ന് തുടിച്ച്, കണ്ണിലൊക്കെ ഇങ്ങനെ നരമ്പൊക്കെ ഇങ്ങനെ പുറത്തൊക്കെ ഇങ്ങനെ വന്ന് അല്ലെ, അത്യാവശ്യം ബൾജിങ് ആയിട്ടുള്ള ഒരാൾ, ഐസുള്ള ഒരാൾ. ഹി വാസ് പാൻഡിങ്, അദ്ദേഹം കിതക്കുന്നുണ്ട് ദേഷ്യം കൊണ്ട്. ഫ്രം ഹിസ് ബൾജിങ് ഐസ്, ഇവിടെ ബൾജിങ് ഐസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തോട്ട് ഉന്തിയിട്ടുള്ള കണ്ണുകൾ അല്ലെ, ഉണ്ടക്കണ്ണുകൾ. സീമഡ്, അതെന്താ നമുക്ക് കാണിച്ചു തരുന്നത്, ഹി സ്പേർട്ട് അല്ലെ. ഇവിടെ സ്പേർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രകടിപ്പിക്കുക. ഇന്നർ വയലൻസ് ഓഫ് ആൻ അൺകൺട്രോൾഡ് വൈറ്റാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രോങ്. അതായത് ഇദ്ദേഹത്തിന്റെ കണ്ണും മൂടും കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഏകദേശം മനസ്സിലാവും അദ്ദേഹം അത്യാവശ്യം സ്ട്രോങ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണെന്ന് എന്ത് ചെയ്യും നമുക്ക് എന്ത് ചെയ്യും മനസ്സിലാവും. അപ്പൊ ചില ആളുകളുടെ കണ്ണിലൂടെ കണ്ടു കഴിഞ്ഞാൽ അയാൾ ഏത് തരത്തിലുള്ള ആളാണ് എന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യും മനസ്സിലാവും. അപ്പൊ അദ്ദേഹം പറയാണ് നോൺസെൻസ്, ഹി റിപ്പീറ്റഡ്, അദ്ദേഹം തുടർന്നു. ഡു വി ഗീവ് ലൈഫ് ടു അവർ ചിൽഡ്രൻ ഫോർ അവർ ഓൺ ബെനിഫിറ്റ്. നമ്മൾ നമ്മുടേതായിട്ടുള്ള ബെനിഫിറ്റിന്, നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ടാണോ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് എന്ത് ചെയ്യുന്നത്, ജന്മം കൊടുക്കുന്നത്. ദ അതർ ട്രാവലേഴ്സ് സ്റ്റെയർഡ് അറ്റ് ഹിം ഇൻ ഡിസ്ട്രസ്. ഇത് കേട്ടപ്പോൾ മറ്റ് യാത്രക്കാർ അദ്ദേഹത്തെ സ്റ്റെയർ തുറിച്ച് നോക്കുകയാണ്. ഇൻ ഡിസ്ട്രസ്, ഒരു സങ്കടത്തോട് കൂടിയിട്ട്, ഒരു ഉത്കണ്ഠയോട് കൂടിയിട്ട്, സാഡോട് കൂടിയിട്ട് നോക്കുകയാണ്. ദ വൺ ഹൂ ഹാഡ് ഹിസ് സൺ അറ്റ് ദ ഫ്രണ്ട് സിൻസ് ദ ഫസ്റ്റ് ഡേ ഓഫ് ദ വാർ സൈഡ്. അതായത് ഒരാള് ആദ്യത്തെ ദിവസം തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, യുദ്ധം തുടങ്ങിയ ആദ്യത്തെ ദിവസം തന്നെ തന്റെ മകൻ എന്ത് ചെയ്തിട്ടുണ്ട്, യുദ്ധമുഖത്തോട്ട് അയച്ചിട്ട് ആള് സയ്യിഡ് നെടുവീട് പെട്ടുകാണ്ട് പറയാണ്, യു ആർ റൈറ്റ്, നിങ്ങൾ പറഞ്ഞ ശരിയാണ്. അവർ ചിൽഡ്രൻ ഡു നോട്ട് ബിലോങ് ടു അസ്. നമ്മുടെ കുട്ടികളല്ല, ദേ ബിലോങ് ടു ദ കൺട്രി. നമ്മുടെ കുട്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജ്യത്തിന്റെ മക്കളാണെന്ന് എന്ത് ചെയ്യാണ് പറയാണ്. ഇത് കേട്ടപ്പോ നമ്മുടെ സ്റ്റൗട്ട് ട്രാവലർ എന്താ പറയുന്നത്, ബോഷ് ഐഷ് റിറ്റോർട്ടഡ് മീൻസ് എതിർത്ത് എന്ത് ചെയ്യുക പറയുക, സംസാരിക്കുക അല്ലെ. ഡു വി തിങ്ക് ഓഫ് ദ കൺട്രി വെൻ വി ഗീവ് ലൈഫ് ടു അവർ ചിൽഡ്രൻ. നമ്മൾ നമ്മുടെ കുട്ടികൾക്ക് ജന്മം കൊടുക്കുമ്പോൾ നമ്മൾ രാജ്യത്തെ കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ. വി ബിലോങ് ടു ദം, നമ്മൾ അവരുടേതാണ്. ബട്ട് ദേ നെവർ ബിലോങ് ടു അസ്, അവരൊരിക്കലും നമ്മുടേതല്ല. ആൻഡ് വെൻ ദേ റീച്ച് 20, അവർ 20 എത്തുമ്പോൾ ദേ ആർ എക്സാക്ട്ലി വാട്ട് വി വേർ അറ്റ് ദെയർ ഏജ്. അതായത് നമ്മൾ എന്തായിരുന്നോ അവരുടെ പ്രായത്തിൽ അതേപോലെ തന്നെ ആയിരുന്നു അവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെ. നൗ അറ്റ് അവർ ഏജ്, ഇപ്പോൾ നമ്മുടെ ഈ പ്രായത്തിൽ ദ ലവ് ഓഫ് അവർ കൺട്രി ഈസ് സ്റ്റിൽ ഗ്രേറ്റ്. നമുക്ക് നമ്മുടെ രാജ്യത്തോടുള്ള സ്നേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റിൽ ഗ്രേറ്റ് ആണ്, ഓഫ് കോഴ്സ്. ബട്ട് സ്ട്രോങ്ങർ ദാൻ ഇറ്റ് ഈസ് ദ ലവ് ഓഫ് അവർ ചിൽഡ്രൻ. അത് നമ്മൾ ചിലപ്പോൾ നമ്മുടെ കുട്ടികളോടുള്ള സ്നേഹത്തെക്കാളേറെ നമുക്ക് രാജ്യത്തോട് എന്തുണ്ടാവാം, സ്നേഹം ഉണ്ടാവാം അല്ലെ. ഈസ് ദർ എനി വൺ ഓഫ് അസ്, നമ്മൾ ആരെങ്കിലും ഉണ്ടോ ഹിയർ ഇവിടെ, ഹൂ വുഡന്റ് ഗ്ലാഡ്ലി ടേക്ക് ഹിസ് സൺസ് പ്ലേസ് അറ്റ് ദ ഫ്രണ്ട് ഇഫ് ഹി കുഡ് അല്ലെ. ഹൂ വുഡന്റ് ഗ്ലാഡ്ലി ടേക്ക് ഹിസ് സൺസ് പ്ലേസ് അറ്റ് ദ ഫ്രണ്ട് ഇഫ് ഹി കുഡ്. അതായത് യുദ്ധമുഖത്ത് എൻ്റെ മകന്റെ പ്ലേസ് ഇതാണ്, എൻ്റെ മകന്റെ സ്ഥാനം ഇതാണ്, എൻ്റെ മകൻ
മകനാണ് യുദ്ധം നയിക്കുന്നത്, എൻ്റെ മകൻ്റെ പൊസിഷൻ യുദ്ധത്തിന് മുന്നിലാണ്, അല്ലെങ്കിൽ അവൻ ഇന്ന റോളാണ് എന്ന് വളരെ സന്തോഷത്തോട് കൂടിയിട്ട് പറയുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. കുട്ടികളെ, നമ്മളെല്ലാം ജോലിക്ക് പോവുകയാണ്, നമുക്ക് പറയാം എൻ്റെ മകൻ അവിടെ ഇന്ന ഹെഡാണ്, മറ്റു ഡിപ്പാർട്ട്മെന്റിന്റെ മെയിൻ ആണ്, അതൊക്കെ നമുക്ക് പറയാം. പക്ഷേ യുദ്ധത്തിന്റെ മെയിൻ ആണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ യാതൊരു ഗ്യാരണ്ടി ഉണ്ടാവില്ല. ഒരു ബോംബ് ഒന്ന് വെടിച്ചാൽ മതി, ഒരു ചെറിയ ബുള്ളറ്റ് ഒന്ന് പതിച്ചാൽ മതി, നമ്മുടെ അവസ്ഥ എന്ത് ചെയ്യാന് ആകെ മാറി മറിയാൻ. ആരെങ്കിലും ഒക്കെ അങ്ങനെ ഉണ്ടോ എന്ന് എന്ത് ചെയ്യാണ് ചോദിക്കുകയാണ് ആര് ഇദ്ദേഹം, അല്ലേ? ദർ വാസ് സൈലൻസ് ആൾ അറൗണ്ട്. ചുറ്റും എന്തായിരുന്നു എന്നാ പണ്ട് നിശബ്ദമായിരുന്നു. എവരിബഡി നോഡിങ് ആസ് ഈഫ് ടു അപ്രൂവ്. എല്ലാവരും എന്ത് ചെയ്തിട്ടുണ്ട്, തലയാട്ടി, അല്ലെ? ദ സ്റ്റൗട്ട് മാൻ കണ്ടിന്യൂഡ്. ആ തടിച്ച മനുഷ്യൻ എന്ത് ചെയ്തു, തുടർന്നു. ഈസിൻറ്റ് ഇറ്റ് നാച്ചുറൽ ദാറ്റ് അറ്റ് ദെയർ ഏജ് ദേ ഷുഡ് കൺസിഡർ ദ ലവ് ഫോർ ദെയർ കൺട്രി ഈവൺ ഗ്രേറ്റർ ദാൻ ദെയർ ലവ് ഓഫ് അസ്. അതായത് ഇതിങ്ങനെയല്ലേ, ഇത് നാച്ചുറൽ ആണ്. എന്താണ്, അവരുടെ ഈ പ്രായത്തിൽ അവർ രാജ്യത്തോട് കൂടുതൽ സ്നേഹം കാണിക്കുന്നു, നമ്മളോട് സ്നേഹം കാണിക്കുന്നതിലേക്കാളേറെ എന്ത് ചെയ്യുന്ന രാജ്യത്തോട് കൂടുതൽ എന്ത് ചെയ്യുന്നു, സ്നേഹം കാണിക്കുന്നു. ഇത് നാച്ചുറൽ ആണ്, അല്ലെ? ഇഫ് കൺട്രി ഈസ് എ നാച്ചുറൽ നെസസിറ്റി. നെസസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവശ്യം, അനിവാര്യമാണ്. ലൈക്ക് ബ്രെഡ്, അല്ലെ? അതായത് നമ്മുടെ ഭക്ഷണം പോലെ, അല്ലെ, ഫുഡ് പോലെ രാജ്യം നമുക്ക് ആവശ്യമായിട്ട് വരുമ്പോൾ somebody must go ടു ഡിഫെൻഡ് ഇറ്റ്. രാജ്യത്തെ ഡിഫെൻഡ് ചെയ്യാൻ, സംരക്ഷിക്കാൻ ആരെങ്കിലുമൊക്കെ പോകണ്ടേ? ആൻഡ് അവർ സൺസ് ഗോ. നമ്മുടെ മക്കൾ പോകുന്നു. വെൻ ദേ ആർ 20, അവർക്ക് 20 ആകുമ്പോൾ. ആൻഡ് ദേ ഡോണ്ട് വാണ്ട് ടിയേഴ്സ്, അവരെന്താ ആഗ്രഹിക്കുന്നില്ല, കണ്ണുനീരുകൾ എന്ത് ചെയ്യുന്നില്ല, ആഗ്രഹിക്കുന്നില്ല. ബിക്കോസ് ഇഫ് ദേ ഡൈ, അവർ മരിക്കുകയാണെങ്കിൽ തന്നെ ദേ ഡൈ ഹാപ്പി, അവർ വളരെ സന്തോഷത്തോട് കൂടിയിട്ടാണ് മരിക്കുന്നത്, അല്ലേ? ഇതെല്ലാം ആരാ പറയുന്നത്? നമ്മുടെ സ്റ്റൗട്ട് ട്രാവലറാണ് പറയുന്നത്. അതായത് ഈ ഒരു കഥയുടെ ഒരു പശ്ചാത്തലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒന്നാം ലോക മഹായുദ്ധ കാലഘട്ടത്തിൽ ആ ഒരു സമയത്ത്, യുദ്ധ കാലഘട്ടങ്ങളിൽ പല രാജ്യങ്ങളിലും ഈ സൈനികരുടെ ഷോർട്ടേജ് ഉണ്ടാകുമ്പോൾ അവിടെ നിർബന്ധിത സൈനിക സേവനം എന്ത് ചെയ്യുന്നു, വരുന്നു. അപ്പോൾ 20-21 വയസ്സായി കഴിഞ്ഞ ആളുകൾ എന്ത് ചെയ്യും, ഇത്ര വർഷത്തിലോട്ട് കരാറെടുത്തിട്ട് എന്ത് ചെയ്യണം, യുദ്ധത്തിൽ എന്ത് ചെയ്യണം, പങ്കെടുക്കണം എന്നൊക്കെ ഒരു നിയമം പിന്നെ എനാക്ട് ചെയ്തിട്ടുണ്ടായിരുന്ന കുറേ രാജ്യങ്ങളൊക്കെ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ടായ കുറേ രാജ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് ഇതെന്ത് ചെയ്യുന്നത് പറയുന്നത്. അപ്പോൾ നമ്മൾ സ്റ്റൗട്ട് ട്രാവലർ ഇവിടെ ഇങ്ങനെ സെൻറ്റി അടിച്ച് നിൽക്കുന്ന, സങ്കടപ്പെട്ടിരിക്കുന്ന എല്ലാ ആളുകൾക്കും എന്ത് ചെയ്യുക, ധൈര്യം കൊടുക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം പറയാണ്, എവരി വൺ ഷുഡ് സ്റ്റോപ്പ് ക്രൈയിങ്. എല്ലാവരും കരച്ചിൽ നിർത്തൂ. എവരി വൺ ഷുഡ് ലാഫ്. എല്ലാവരും ചിരിക്കൂ. ആസ് ഐ ഡു, ഞാൻ ചെയ്യുന്ന പോലെ. ഓർ അറ്റ്ലീസ്റ്റ് താങ്ക് ഗോഡ്, ദൈവത്തോട് നന്ദി പറയൂ. ആസ് ഐ ഡു, ഞാൻ ചെയ്യുന്ന പോലെ. ബിക്കോസ് മൈ സൺ, എൻ്റെ മകൻ, ബിഫോർ ഡൈയിങ്, മരിക്കുന്നതിന് മുന്നോടിയായിട്ട്, സെൻഡ് മീ എ മെസ്സേജ്, എനിക്കൊരു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ഹി വാസ് ഡൈയിങ് സാറ്റിസ്ഫൈഡ് അറ്റ് ഹാവിങ് എൻഡഡ് ഹിസ് ലൈഫ് ഇൻ ദ ബെസ്റ്റ് വേ ഹി കുഡ് ഹാവ് വിഷ്വൽ. അച്ഛാ, ഞാൻ മരിക്കുകയാണെങ്കിൽ തന്നെ വളരെ സംതൃപ്തിയോട് കൂടിയായിട്ടായിരിക്കും ഞാൻ എന്ത് ചെയ്യുക, മരിക്കുക. എൻ്റെ ജീവിതം അവസാനിപ്പിക്കുന്നത് വളരെ ബെസ്റ്റ് വേയിലാണ്. ഹി കുഡ് ഹാവ് വിഷ്വൽ, അല്ലെ? എന്താണ്, അവൻ ആഗ്രഹിച്ച രീതിയിൽ തന്നെയാണ് അവൻ മരിക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞിട്ട് അവൻ എനിക്കൊരു കത്ത് അയച്ചിട്ടുണ്ടായിരുന്നു എന്ന് എന്ത് ചെയ്യാൻ പറയാണ്. ദാറ്റ് ഈസ് വൈ, ആയതുകൊണ്ടാണ്, ആസ് യു സീ, നിങ്ങൾ കാണുന്നില്ലേ, ഐ ഡു നോട്ട് ഈവൻ വെയർ, ഞാൻ എന്ത് ധരിക്കുന്നില്ല, മൗർണിങ്ങിൻ്റെ ഇത് ധരിക്കുന്നില്ല. അതായത് ഞാൻ സങ്കടപ്പെടുന്നില്ല. ഞാൻ ഓൾറെഡി ആദ്യം പറഞ്ഞു, മൗർണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ ആരെങ്കിലുമൊക്കെ മരിച്ചു കഴിഞ്ഞാലോ സങ്കടങ്ങളൊക്കെ വരുമ്പോൾ പ്രത്യേക തരത്തിലുള്ള കളറിലുള്ള ഡ്രസ്സസ് ഇടൂല്ലേ, അതേമാതിരി അത്തരത്തിലുള്ള മൗർണിങ്ങിൻ്റെ വിലാപത്തിനും ഡ്രസ്സൊന്നും ഞാൻ ധരിക്കാത്ത അതുകൊണ്ടാണെന്ന് പറയാണ്. അത് പറഞ്ഞിട്ട് ഹീ ഷുക്ക്, അദ്ദേഹം എന്ത് ചെയ്യുന്നു, ഒന്നും കുലുക്കുന്നു. ഹിസ് ലൈറ്റ് ഫോൺ കോട്ട്. ഇവിടെ ലൈറ്റ് ഫോൺ കോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു യെല്ലോ ബ്രൗണിഷ് കളറായിട്ടുള്ളൊരു കോട്ട്, ആസ് ഈഫ് ടു ഷോ ഇറ്റ് ഓഫ്. അതൊന്ന് ഷോ ഇറ്റ് ഓഫ്, ഇവരുടെ ഇടയിൽ നിന്ന് ഷോ ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ഒന്ന് ജസ്റ്റ് എന്താ പറയുക, നമ്മൾ ഞാനൊരു വലിയ സംഭവം കാണിക്കാനായിട്ട് അദ്ദേഹത്തിന് ഇളം തവിട്ട് നിറത്തിലുള്ള കോട്ടൊന്നും എന്ത് ചെയ്യുന്നുണ്ട്, സിനിമ സ്റ്റൈലിലൊക്കെ നിന്ന് കുടഞ്ഞിട്ടാണ്. ഹിസ് ലിപ്സ് വർ ട്രംബ്ലിങ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ചുണ്ടുകൾ വിറക്കുന്നുണ്ടായിരുന്നു, അല്ലെ? ട്രംബ്ലിങ്, വിറക്കുക. ഹിസ് ഐസ് വർ വാട്ടറി ആൻഡ് മോഷൻലെസ്. അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ വാട്ടറി, അതായത് വെള്ളം നിറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻഡ് മോഷൻലെസ് ആയിരുന്നു എന്നാ പണ്ടുള്ളത്, അനങ്ങുന്നുണ്ടായിരുന്നില്ല, അല്ലെ? കണ്ണൊക്കെ നിറഞ്ഞിട്ടുണ്ട്, സങ്കടമുണ്ട് ആൾക്ക് കേട്ടോ. ഹി എൻഡഡ് വിത്ത് എ ഷ്രിൽ ലോഫ്, അല്ലെ? അദ്ദേഹം എന്ത് ചെയ്ത്, ഉച്ചത്തിലുള്ള ഒരു ചിരിയോട് കൂടിയിട്ട് ഇത് അവസാനിപ്പിക്കുകയാണ്. വിച്ച് മൈറ്റ് വെൽ ഹാവ് ബീൻ എ സോപ്പ്. സത്യം പറഞ്ഞാൽ അതെന്താന്നാ പണ്ടുള്ളത്, അതൊരു തേങ്ങലാണെന്ന് വേണമെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് പറയാം. ക്വൈറ്റ് സോ. ഇതെല്ലാം കേട്ടിട്ട് മറ്റുള്ളവർ ഓക്കെ അഗ്രീഡ് അതേഴ്സ്, മറ്റുള്ളവരൊക്കെ സമ്മതിച്ചു. ദ വുമൺ, ഇപ്പൊ നമ്മളെ സ്ത്രീന്റെ അവസ്ഥ എന്താണ്, ബണ്ടിൽഡ് ഇൻ എ കോർണർ. അവള് ഒരു കോർണറിൽ ഒതുങ്ങി കൂടി നിൽക്കുകയാണ്. ഹാഡ് ബീൻ സിറ്റിംഗ് ആൻഡ് ലിസണഡ് ടിൽ ഹി ഫിനിഷ്ഡ്. അവിടെ ഇങ്ങനെ ഇരുന്നു കൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ അദ്ദേഹം അത് ഫിനിഷ് ചെയ്യുവോളം ഇത് കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഫോർ ദ ലാസ്റ്റ് 3 months, കഴിഞ്ഞ 3 മാസമായിട്ട്, ഷി ഹാഡ് ബീൻ ട്രൈങ് ടു ഫൈൻഡ്, അവൾ കണ്ടെത്താനായിട്ട് ശ്രമിക്കുകയായിരുന്നു. ഇൻ ദ വേർഡ്സ് ഓഫ് ഹർ ഹസ്ബൻഡ് ആൻഡ് ഹെർ ഫ്രണ്ട്സ്, തന്റെ ഹസ്ബൻഡിന്റെയും അവരുടെ സുഹൃത്തുക്കളുടെയും വാക്കുകളിൽ നിന്ന്, സംതിങ് ടു കൺസോൾ ഹർ. അതായത് ഇവർ കുറേ ആശ്വസിപ്പിക്കുന്നുണ്ട്, പക്ഷെ തൻ്റെ ഹസ്ബൻഡിൻ്റെയും തൻ്റെ സുഹൃത്തുക്കളുടെയും വായിൽ നിന്ന് എന്ത് ചെയ്യുക, അവളെ ആശ്വസിപ്പിക്കുന്ന എന്തെങ്കിലും ഒരു വർത്തമാനമൊക്കെ കേൾക്കാനായിട്ട് അവൾ എന്ത് ചെയ്യായിരുന്നു, ആഗ്രഹിക്കുകയായിരുന്നു എന്നോ പറയാണ്. ഷീ വാണ്ടഡ് സംതിങ് ദാറ്റ് മൈറ്റ് ഷോ ഹർ
അവള് ആഗ്രഹിച്ചിട്ടുണ്ട് എന്തെങ്കിലും ഒന്ന് അവൾക്ക് കാണിച്ചു കൊടുക്കണം. ഹൗ എ മദർ ഷുഡ് സെൻഡ് ഹെർ സൺ ടു എ പ്രോബബിൾ ഡേഞ്ചർ ഓഫ് ലൈഫ്. അതായത് അവൾക്ക് തന്നെ കാണിച്ചു കൊടുക്കാനായിട്ട് ശ്രമിക്കണം. അതായത് എങ്ങനെ ഒരു അമ്മ ഒരു പ്രോബബിൾ ഡേഞ്ചറിലോട്ട് തന്റെ മകനെ എന്ത് ചെയ്യുക, സെൻഡ് ചെയ്യുക. ഇപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മൾ എല്ലാ ദിവസവും യുദ്ധത്തിന് പോകാന്ന് വിചാരിച്ചു നോക്കൂ, സ്കൂളിലോട്ട് പോകുന്നതിന്റെ പകരം നമ്മളെ രക്ഷിതാക്കളെ എങ്ങനെയാണ് നമ്മൾ അയക്കുക, സങ്കടത്തോട് കൂടിയല്ലാതെ അല്ലെ. ആ ഒരു വിഷമാണ് അവളുടെ. ഹെർ ഗ്രീഫ് ഹാഡ് ബീൻ ഗ്രേറ്റർ ഇൻ സീയിങ് ദാറ്റ് നോബഡി ആസ് ഷീ തോട്ട്. അവള് പിന്നെ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു തൻ്റെ സങ്കടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അവനവൻ്റെ പ്രശ്നങ്ങളായിരിക്കും വലുത് അല്ലേ. തൻ്റെ സങ്കടമാണ് ഏറ്റവും വലുത്. പക്ഷെ അത് ആരും എന്ത് ചെയ്യുന്നില്ല, കാണുന്നില്ല. ആസ് ഷീ തോട്ട്, അവൾ ചിന്തിച്ചു. കുഡ് ഷെയർ ഹർ ഫീലിങ്സ്. ആരോടും അവൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, പിന്നെ അവളുടെ ഫീലിങ്സും എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ഷെയർ ചെയ്യാനായിട്ട് പറ്റുന്നില്ല. ബട്ട് നൗ ദ വേർഡ് ഓഫ് ദ ട്രാവലർ അമേസർ. ഇപ്പോൾ ആ യാത്രക്കാരൻ്റെ വാക്കുകൾ അവളെ അത്ഭുതപ്പെടുത്തുകയാണ്. ആൻഡ് ഓൾമോസ്റ്റ് സ്റ്റണ്ണഡ് ഹർ. അവൾ എന്ത് ചെയ്യാന്നാ പറഞ്ഞില്ല, ഞെട്ടിക്കുകയാണ്. സ്റ്റണ്ണഡ്, ഞെട്ടിക്കുക. ഷീ സഡൻലി റിയലൈസ്ഡ് ദാറ്റ് ഇറ്റ് വാസ് ഇൻ ദ അതേഴ്സ് ഹൂ വേർ റോങ്. പെട്ടെന്ന് അവൾക്ക് മനസ്സിലായി, മറ്റുള്ളവരല്ല റോങ് ആയിട്ടുള്ളവർ, തെറ്റായിട്ടുള്ളവർ, ബട്ട് ഹെർസെൽഫ്, ഞാൻ തന്നെയാണ്. ഇറ്റ് വാസ് ഷീ ഹൂ കുഡ് നോട്ട് റൈസ് അപ്പ് ദ ഹൈറ്റ് ഓഫ് ദോസ് അതർ ഫാദേഴ്സ് ആൻഡ് മദേഴ്സ്. മറ്റ് അച്ഛനമ്മമാരുടെ ഉയരങ്ങളിലോട്ട് അവൾക്ക് എത്താൻ കഴിയാഞ്ഞതാണ് അല്ലെ. ദേ സീമഡ് വില്ലിംഗ് ടു റിസൈൻ ദംസെൽസ് അല്ലെ. അതായത് അവര് റിസൈൻ ചെയ്യാൻ താല്പര്യം, അവര് വിടാൻ എന്ത് ചെയ്യാന്നാണ് പറഞ്ഞിട്ടുള്ളത്, പിന്നെ എന്താന്നാ പറഞ്ഞിട്ടുള്ളത്, കുട്ടികളൊക്കെ വിടാൻ അവര് ഓക്കെയാണ്, വില്ലിംഗ് ആണ്, തയ്യാറാണ്. വിത്തൗട്ട് ക്രൈയിങ്, സങ്കടവും കാര്യങ്ങളൊന്നും ഇല്ലാതെ. നോട്ട് ഓൺലി ടു ദ ഡീപാർച്ചർ ഓഫ് ദെയർ സൺസ്. അവരുടെ മക്കളെ എന്ത് ചെയ്യല്ല എന്നാ പറഞ്ഞിട്ടുള്ളത്, യാത്ര പുറപ്പെടുവിക്കില്ല. യാത്ര പോകാനായിട്ട് മക്കൾ ഇറങ്ങില്ല. പക്ഷെ അവര് ചിലപ്പോൾ യാത്ര പുറപ്പെടില്ല, ആ യാത്ര പുറപ്പെടാനും അതുപോലെ തന്നെ എന്ത് ചെയ്യാം, അവരുടെ മരണത്തിലോട്ട് അവരെ പിന്നെ എന്ത് ചെയ്യാന്നാണ് പറഞ്ഞിട്ടുള്ളത്, തള്ളിവിടാനും അല്ലെ അവരെന്താണ് ഓക്കെയാണ്, ആ അമ്മമാർ ഓക്കെ എന്നാ പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ഈ സ്ത്രീ മാത്രം സങ്കടപ്പെട്ടിട്ട് എൻ്റെ കുട്ടി പോയി എന്നാണ് കരഞ്ഞു നിൽക്കുകയാണ്. മറ്റുള്ള രക്ഷിതാക്കളൊക്കെ വളരെ ധൈര്യത്തോട് കൂടിയിട്ടാണ് തങ്ങളുടെ മക്കളെ പറഞ്ഞയക്കുന്നത്, ഇനി വരുന്നിടത്ത് വെച്ചിട്ട് എന്ത് ചെയ്യാൻ കാണാമെന്ന് വിചാരിച്ചിട്ട്. ഇതൊക്കെ അവൾ കേട്ട് നിൽക്കുകയാണ്. ഷീ ലിഫ്റ്റഡ് ഹെർ ഹെഡ് ആൻഡ് ബെൻ ഓവർ ഫ്രം എ കോർണർ. അവളുടെ തല ഒന്ന് ഉയർത്തിയിട്ട് ബെൻ ഓവർ ഫ്രം എ കോർണർ, ഒരു കോർണറിൽ എന്ത് ചെയ്തിട്ട് ചാഞ്ഞിട്ട് എന്ത് ചെയ്യാൻ ഇരിക്കുകയാണ്. ഷീ വാസ് ട്രൈങ് ടു ലിസൺ വിത്ത് ഗ്രേറ്റ് അറ്റൻഷൻ. അവൾ എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ വളരെ ശ്രദ്ധയോട് കൂടി ഇത് കേൾക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ടു ദ ഡീറ്റെയിൽസ് വിച്ച് ദ സ്റ്റൗട്ട് മാൻ വാസ് ഗിവിംഗ് ടു ഹിസ് കമ്പാനിയൻസ്. ആ തടിച്ച വ്യക്തി സ്റ്റൗട്ട് മാന് അദ്ദേഹത്തിന്റെ കമ്പാനിയൻസിന്, ആ ട്രെയിനിലുള്ള ആ കമ്പാനിയൻസിന് കൊടുക്കുന്ന നിർദ്ദേശങ്ങളൊക്കെ എന്ത് ചെയ്യാന്നാണ് പറഞ്ഞിട്ടുള്ളത്, അവൾ വളരെ ശ്രദ്ധിച്ച് കേൾക്കുകയാണ്. ഹി വാസ് ടെല്ലിംഗ് ദം, അദ്ദേഹം അവരോട് പറയുകയായിരുന്നു, ദ വേ ഹിസ് സൺ ഹാഡ് എ ഫാളൻ ഹീറോ. തന്റെ മകൻ എങ്ങനെയാണ് കാണപ്പെട്ടിട്ടുള്ള ഒരു ഹീറോ ആയിട്ട് മാറിയത്. ഫോർ ഹിസ് കൺട്രി, അവന്റെ രാജ്യത്തിന് വേണ്ടിയിട്ട്. ഹാപ്പി ആൻഡ് വിത്തൗട്ട് റിഗ്രറ്റ്സ്, വളരെ സന്തോഷത്തോടെ, യാതൊരു പരാതിയും പറയാതെ, റിഗ്രറ്റും ഇല്ലാതെ അല്ലെ. ഇറ്റ് സീമഡ് ഹർ ദാറ്റ് ഷീ ഹാഡ് സ്റ്റംബ്ലഡ്. അപ്പൊ അവൾക്ക് എന്താ തോന്നിയിട്ടുള്ളത്, ഷീ ഹാഡ് സ്റ്റംബ്ലഡ്, അവളെന്തോ വീണ പോലെ, ഇൻ ടു എ വേൾഡ്, വേറെ ഏതോ ലോകത്ത് അകപ്പെട്ട പോലെ. സോ ഫാർ അൺനോൺ ടു, സോ ഫാർ അൺനോൺ ടു ഹർ. അതായത് അവൾക്ക് അറിയാത്ത വേറെ ഏതൊരു ലോകത്ത് അകപ്പെട്ട പോലെയാണ് അവൾക്ക് തോന്നിച്ചത്. കാരണം ഇദ്ദേഹമൊക്കെ വളരെ ബ്രേവ് ആയിട്ടാണ് ഇത് എന്ത് ചെയ്യുന്നത്, പറയുന്നത് അല്ലെ. ആൻഡ് ഷീ വാസ് സോ പ്ലീസഡ്, അവൾക്ക് വളരെയധികം പ്ലീസഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാപ്പി ആയി അല്ലെ. ടു ഹിയർ എവരി വൺ ജോയിനിങ് ഇൻ കൺഗ്രാറ്റുലേറ്റിംഗ് ദാറ്റ് ബ്രേവ് ഫാദർ. അതായത് എല്ലാവരും അവിടെ ധൈര്യശാലിയായിട്ടുള്ള അച്ഛൻ എന്ത് ചെയ്യുന്നുണ്ട്, കൺഗ്രാറ്റുലേറ്റ് ചെയ്യുന്നുണ്ട് അല്ലെ. നിങ്ങൾ അടിപൊളിയാണ്, ഇത്രയും ധൈര്യശാലിയായിട്ടുള്ള അച്ഛൻ ഞങ്ങളെ കണ്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്. സോ സ്റ്റോയിക്കലി അല്ലെ. എന്താ സ്റ്റോയിക്കലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിത്തൗട്ട് വറി, ഒരു പരിഭവം ഇല്ലാതെ. സ്പീക്കിംഗ് ഓഫ് ഹിസ് ചൈൽഡ്, തന്റെ മകന്റെ മരണ വാർത്തയെ കുറിച്ച് ഇങ്ങനെ അദ്ദേഹം സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ദെൻ സഡൻലി ആസ് ഈഫ് വേക്കിംഗ് അപ്പ് ഫ്രം എ ഡ്രീം, ഒരു സ്വപ്നത്തിൽ നിന്ന് എണീറ്റ പോലെ, ഷീ ടേൺ ടു ദ ഓൾഡ് മാൻ. ആ പ്രായം ചെന്ന മനുഷ്യന്റെ അടുത്തോട്ട് തിരിഞ്ഞിട്ട് അവൾ ചോദിക്കുകയാണ്, ദെൻ ഈസ് യുവർ സൺ റിയലി ഡെഡ്. നിങ്ങളുടെ മകൻ ശരിക്കും മരിച്ചിട്ടുണ്ടോ. എവരി വൺ സ്റ്റെയർഡ് ഹിയർ. എല്ലാവരും അവളെ തന്നെ നോക്കി. സ്റ്റെയർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുറിച്ചു നോക്കുക. ദ ഓൾഡ് മാൻ, ആ പ്രായം ചെന്ന മനുഷ്യൻ ടു, അദ്ദേഹം നോക്കി. ടേൺ ടു ലുക്ക് അറ്റ് ഹർ, അവളെ ഇങ്ങനെ നോക്കുകയാണ്. ഹി ഫിക്സഡ് ഹിസ് ഗ്രേറ്റ്, അദ്ദേഹത്തിന്റെ ഗ്രേറ്റ്, വലിയ ബൾജിങ് എന്ന് പറഞ്ഞാൽ പുറത്തോട്ട് ഉന്തിയിട്ടുള്ള അല്ലെ, ഹൊറിബിൾ വാട്ടർ ഐസ് അല്ലെ, കണ്ണിലൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, വെള്ളം നിറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അവളെ നോക്കി. ഡീപ്പ് ഇൻ ഹർ ഫേസ്, അവളുടെ മുഖത്തോട്ട് ഇങ്ങനെ നോക്കുക. ഫോർ സം ടൈം ഹി ട്രൈ ടു ആൻസർ, കുറച്ചു നേരം അദ്ദേഹം ഉത്തരം പറയാനായിട്ട് എന്ത് ചെയ്തു, ശ്രമിച്ചു. ബട്ട് വേർഡ്സ് ഫെയിൽഡ് ഹിം, പക്ഷെ വാക്കുകൾ അദ്ദേഹത്തിന് കിട്ടുന്നില്ല. ഹി ലുക്കഡ് ആൻഡ് ലുക്കഡ് അറ്റ് ഹർ, അദ്ദേഹം വീണ്ടും വീണ്ടും അവളെ നോക്കി. ഇറ്റ് വാസ് ഓൺലി ദെൻ അറ്റ് ദാറ്റ് സില്ലി ഇൻകോൺഗ്രസ് ക്വസ്റ്റ്യൻ. ഇവിടെ ഇൻകോൺഗ്രസ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഈ സിറ്റുവേഷൻ അത് ആവശ്യമില്ലാത്തൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു, ഒരു പൊരുത്തപ്പെടാനായിട്ടൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഹി ഹാഡ് സഡൻലി റിയലൈസ്ഡ് ദാറ്റ് അറ്റ് ലാസ്റ്റ് ദാറ്റ് ഹിസ് സൺ വാസ് റിയലി ഡെഡ്, ഗോൺ ഫോർ എവർ. അതായത് ആ സ്ത്രീ അവസാനം ചോദിച്ചിട്ടുള്ള ആ ചോദ്യം ചോദിച്ചപ്പോൾ നമ്മുടെ ആൾക്ക് സത്യത്തിൽ അയാളുടെ മകൻ മരിച്ചിട്ടുണ്ട്, പക്ഷെ
അദ്ദേഹത്തിൻ്റെ ഇതിൽ ഇപ്പോഴും മകൻ ജീവിച്ചിരിക്കുകയായിരിക്കും. പക്ഷെ സ്ത്രീ ചോദിച്ചു, നിങ്ങളുടെ മകൻ ശരിക്കും മരിച്ചു പോയിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ആണ് അദ്ദേഹം മനസ്സിലായത് തൻ്റെ മകൻ ഇനിയില്ല, എന്നേക്കുമായിട്ട് തന്നെ വിട്ടെന്ത് ചെയ്തിട്ടുണ്ട്, പോയിട്ടുണ്ട് എന്നാണ് അദ്ദേഹത്തിലുള്ളത് പറഞ്ഞിട്ടുള്ളത്. ഹിസ് ഫേസ് കോൺട്രാക്റ്റഡ്, അദ്ദേഹത്തിൻ്റെ മുഖം ചുരുങ്ങിപ്പോയി. ആൻഡ് ബിക്കം ഹൊറിബിളി ഡിസ്റ്റോർട്ടഡ്, അല്ലേ, അദ്ദേഹത്തിൻ്റെ മുഖം എന്ത് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് വളരെ ഹൊറിബിളായിട്ട് ഭയാനകരമായിട്ട് ഡിസ്റ്റോർട്ടഡ് വേറൊരു ഷേപ്പിലായിപ്പോയി, ഒരു വിരൂപത്തിലായിപ്പോയി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. മുഖക്കങ്ങൾ വാടി, നേരത്തെ പറഞ്ഞിട്ടുള്ള ധൈര്യശാലിയായിട്ടുള്ള അച്ഛൻ്റെ ഫേസ് അല്ല ഇപ്പോൾ വരുന്നത്. ദെൻ ഹീ സ്നാച്ച്ഡ്, അദ്ദേഹം പെട്ടെന്ന് തപ്പിയിട്ട് എന്ത് ചെയ്യുന്നു, എടുക്കുന്നുണ്ട്. ഇൻ ഹാസ്റ്റ്, തിടുക്കത്തിൽ, ഒരു ഹാൻഡ് കർച്ചീഫ് ഫ്രം ഹിസ് പോക്കറ്റ്, അല്ലെ, അദ്ദേഹത്തിൻ്റെ പോക്കറ്റിൽ നിന്ന്. ആൻഡ് ടു ദ അമേസ്മെൻറ്റ് ഓഫ് എവരി വൺ, എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട്. ബ്രോക്ക് ഇൻ ടു ഹാരോവിങ്, ഇവിടെ ഹാരോവിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനോവേദന, നമ്മുടെ മാനസികമായിട്ടുള്ള വേദന, അല്ലേ, അതായത് അദ്ദേഹത്തിന് മാനസികമായിട്ടുള്ള വേദന, അതായത് പൊട്ടിപ്പുറപ്പെടുകയാണ് അദ്ദേഹത്തിൻ്റെ സങ്കടങ്ങളും മറ്റും. ഹേർട്ട് ബ്രേക്കിംഗ്, അല്ലേ, ഹൃദയമൊക്കെ പിന്നെന്ത് ചെയ്തിട്ടുണ്ട്, ഹൃദയം തകർന്നിട്ട്. അൺകൺട്രോളബിൾ സോബ്സ്, അദ്ദേഹം തേങ്ങി 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 കരയാനായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, തുടങ്ങി. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഈ വാർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ പാഠഭാഗത്തിൽ നമുക്ക് പറഞ്ഞു തരുന്നത് യുദ്ധം എത്രത്തോളമാണ്, അല്ലേ, പിന്നെന്ത് ചെയ്യുക, മറ്റ് ആളുകൾ, അതായത് യുദ്ധത്തിന് പോയ ആളുകൾക്ക് മാത്രമല്ല വിഷമമുള്ളത്. ഒരു വീട്ടിൽ നിന്ന് ഒരു അച്ഛൻ യുദ്ധത്തിന് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ അമ്മയും മക്കളും എല്ലാവരും എന്ത് ചെയ്യും, സങ്കടപ്പെടും. ഒരു മകൻ പോയിട്ടുണ്ടെങ്കിൽ അച്ഛനും അമ്മയും, അല്ലെ, മക്കളും സഹോദരങ്ങളും ഇവരെല്ലാവരും അവരെ കുറിച്ച് എന്ത് ചെയ്യും, ആവലാതിയും വേവലാതിയൊക്കെ എന്ത് ചെയ്യും, പെടും, അല്ലേ. അപ്പം അങ്ങനെ യുദ്ധം മനുഷ്യരാശിയെ എത്രത്തോളം നെഗറ്റീവായിട്ട് ബാധിക്കുന്നു എന്നതാണ് നമ്മൾ ലൂയിജി വാരൻ്റെല്ലോ ഈ വാർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഷോർട്ട് സ്റ്റോറിയിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത്. സോ നമുക്ക് സേ നോ ടു വാർ, അല്ലേ, യുദ്ധം വേണ്ട എന്ന് ചെയ്യാം, നമുക്ക് പറയാം. സോ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇന്നത്തെ ക്ലാസ് നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. വി വിൽ മീറ്റ് അനദർ സെഷൻ. താങ്ക് യു.